പ്രൈസ് ദി ലോർഡ്. നമ്മുടെ രക്ഷിതാവും നമ്മുടെ കർത്താവും നമ്മുടെ സർവസ്വമായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയമുള്ളവർക്കും പ്രഭാതവന്ദനം. യേശുനാഥൻ തന്നെക്കുറിച്ച് തന്നെ പറയുന്ന പ്രസ്താവനകളിൽ ശ്രേഷ്ഠമായ ഒന്നാണ് യോഹന്നാൻ സുവിശേഷം 11-25 വാക്യത്തിൽ ഉള്ളത്. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും ആകുന്നു എന്നുള്ളതാണ്. ലാസർ മരിച്ചു, 4 നാളായി. മാർത്തയും മറിയും പറയുന്നു, നാറ്റം വന്നിരിക്കുന്നു. ലാസറിൻ്റെ വിയോഗം കൽപ്പിച്ച വേദനയിലും നൊമ്പരങ്ങളിലും വിറങ്ങലിച്ചു നിൽക്കുന്ന ആ ഭവനത്തിൽ മാർത്തയുമായി സംസാരിക്കുമ്പോഴാണ് യേശുനാഥൻ പറയുന്നത്, ഞാൻ തന്നെയാണ് പുനരുദ്ധാനവും ജീവനും എന്നുള്ളത്. മരണം ഏത് കാലത്തും മനുഷ്യനെ ഭീതിപ്പെടുത്തിയിട്ടുണ്ട്. മരണം തരുന്ന നൊമ്പരങ്ങൾ ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ ഏത് മനുഷ്യനും അനുഭവിക്കേണ്ടി വരും. മരണത്തിന് മുമ്പിൽ ഭയചകിതരായി മനുഷ്യൻ നിൽക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഒടുവിലത്തെ ശത്രുവായ മരണം ഏത് കാലത്തും മനുഷ്യനെ ഭീതിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെയാണ് യേശുനാഥൻ്റെ പ്രസ്താവനയുടെ ബലം, ഒരു ദൈവപൈതലിന്റെ ഹൃദയത്തിൽ നൽകുന്ന പ്രത്യാശയുടെ ആഴം വെളിപ്പെടുത്തുന്നത്. യേശു പറയുന്നു, ഞാൻ തന്നെയാണ് പുനരുദ്ധാനം, ഞാൻ തന്നെയാണ് ജീവൻ. മരണത്തെ ജയിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റവനാണ് യേശുനാഥൻ. പുനരുദ്ധാനവും ജീവനും തൻ്റെ ജീവിതം കൊണ്ട് വെളിപ്പെടുത്തിയ യേശുനാഥൻ മരണത്തെ ഭയപ്പെടുന്ന ലോകത്തോട് പറയുന്നു, ഞാൻ തന്നെയാണ് പുനരുദ്ധാനവും ജീവനും എന്നുള്ളത്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മരണം എന്നുള്ളത് ഒരവസാനമല്ലെന്നും മരണത്തിനപ്പുറം കർത്താവിനോടൊന്നിച്ച് പൗലോസിൻ്റെ ഭാഷയിൽ അത്യുത്തമമായ ഒരു ജീവിതമുണ്ടെന്നും അവിടേക്ക് കൊണ്ടുപോകാൻ കരുത്തുള്ളവനാണ് യേശുനാഥനെന്നും യേശുനാഥൻ മാത്രമെന്നും ഉള്ള യാഥാർത്ഥ്യം നാം ഈ വാക്കുകളിലൂടെ മനസ്സിലാക്കുകയാണ്. ലാസറിൻ്റെ കല്ലറയ്ക്കരികിൽ യേശുനാഥൻ എത്തിയത് അവരുടെ ദുഃഖത്തിൽ സഹതപിപ്പാനല്ല, കല്ലറയ്ക്കകത്ത് നാറ്റം വമിച്ച ലാസറിനെ പുറത്തു കൊണ്ടുവരാനാണ്. ഞാൻ മരണത്തിൻ്റെ മേലും പാതാളത്തിൻ്റെ മേലും അധികാരമുള്ളവനാകുന്നു എന്നുള്ള ആ വലിയ യാഥാർത്ഥ്യം അവിടെ വെളിപ്പെടുത്തുകയായിരുന്നു യേശുനാഥൻ. പത്മോസിൽ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നാടുകടത്തപ്പെട്ട യോഹന്നാൻ ഇരിക്കുമ്പോഴാണ് മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റ യേശുനാഥൻ യോഹന്നാന് പ്രത്യക്ഷനാകുന്നത്. യോഹന്നാനോട് പറയുന്നു, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റ് ഒരിക്കലും മരണത്തിന് കീഴടക്കാൻ കഴിയാത്ത ജീവന്റെ ഉടമസ്ഥനായി വെളിപ്പെട്ട യേശുനാഥൻ യോഹന്നാന് നൽകിയ പ്രത്യാശയും ധൈര്യവും വലുതാണ്. ഏതൊൽ കാലത്തും മരണത്തെ ഭയപ്പെടാതെ ചങ്കൂറ്റത്തോടെ മരണത്തെ എതിരിടാൻ, മരണത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള യഥാർത്ഥ പ്രത്യാശയുള്ളവരായി ജീവിപ്പാൻ
ഒരു ദൈവവേദനെ ഇടയാക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ഈ വാക്കുകളുടെ അർത്ഥം അറിയാവുന്നത് കൊണ്ടാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മരണം ഒരവസാനമല്ല കേട്ടോ. ഈ ലോകത്തിൽ നിന്നുള്ള താൽക്കാലിക വേർപെടൽ മാത്രമാണ്. മരണത്തിനപ്പുറം ഒരു പുനരുദ്ധാനമുണ്ട്. പിന്നീടൊരു ജീവിതമുണ്ട്, ജീവനുണ്ട്. അതിലേക്ക് നടത്താൻ കഴിയുന്നത് യേശു മാത്രമാണ്. യേശു പറഞ്ഞു, ഞാൻ തന്നെയാണ് പുനരുദ്ധാനം, ഞാൻ തന്നെയാണ് ജീവൻ. സ്നേഹവാനായ സ്വർഗീയ പിതാവ്, ഇന്ന് പ്രഭാതത്തിൽ യേശു പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് മരണത്തെ ഭയപ്പെടാതെ മരണത്തിനപ്പുറമുള്ള നിത്യതയുടെ പ്രത്യാശയിൽ സജീവരാകാൻ ഈ സന്ദേശം കേൾക്കുന്നവർക്ക് കൃപ നൽകണം. അങ്ങയുടെ സഹിതം നിരന്ന ശുഭത ഞാൻ അനുഭവിക്കട്ടെ. എല്ലാ മഹത്വവും അങ്ങേക്ക് യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.